ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, ഓർമ്മയുണ്ടോ? നമ്മൾ കഴിഞ്ഞ ക്രിസ്മസ് കാലത്തൊന്ന് കണ്ടിരുന്നു. ക്രിസ് സഫാരിയുമായി ബന്ധപ്പെട്ട് വളരെ സന്തോഷമുണ്ട് കേട്ടോ. 100 കണക്കിന് കൊച്ചു കൂട്ടുകാരാണ് ക്രിസ് സഫാരി യാത്ര നടത്തിയത്. കുറേ പേർക്കെല്ലാം സമ്മാനം കിട്ടി. അങ്ങനെ ക്രിസ് സഫാരിയിലൂടെ നമ്മൾ ഉണ്ണീശോയെ കണ്ടെത്തി. എല്ലാവർക്കും വളരെ സന്തോഷമാണ്. ക്രിസ് സഫാരി യാത്ര നടത്തിയ കൂട്ടുകാരെയൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിരുന്നു. എല്ലാവരും വളരെ ഹാപ്പിയാണ് കേട്ടോ. ഇനി ക്രിസ് സഫാരിയുടെ അടുത്തൊരു പരിപാടിയുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുക. ക്രിസ് സഫാരി യാത്രയിൽ നമ്മൾ ഉണ്ണീശോയെ കണ്ടെത്തി. ഉണ്ണീശോയെ കണ്ടെത്തിയാൽ മാത്രം പോരല്ലോ, ഇനി ആ ഈശോയിൽ നമുക്കൊന്ന് വളരണ്ടേ? അതിന് ക്രിസ് സഫാരി ഒരു സീസൺ 2മായി വന്നിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ക്രിസ് ലെൻറ്റ് സഫാരി. എല്ലാവരും ഒന്ന് സൂക്ഷിച്ച് നോക്കിയേ, വല്ലതും മനസ്സിലായോ? ഈ ലെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമ്മൾ നോമ്പ് കാലത്തെ 50 നോമ്പിനെ ഇംഗ്ലീഷിൽ പറയുന്നത് ലെൻറ്റൻ സീസൺ എന്നാണ്, ലെൻറ്റ്. അപ്പോൾ നമ്മൾ ഈ 50 നോൻപിൽ 50 ദിവസം, അതായത് 7 ആഴ്ചകളുണ്ടല്ലോ, ഈ 7 ആഴ്ചകളിൽ നമ്മൾ നടത്തുന്ന ഒരു മനോഹരമായിട്ടുള്ള ഈശോയിൽ വളരാനായിട്ടുള്ള ഒരു യാത്രയാണ് ക്രിസ് ലെൻറ്റ് സഫാരി. നമ്മൾ മാർച്ച് 2-ാം തീയതിയാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് 7 ആഴ്ചകളാണുള്ളത്. ഈ 7 ആഴ്ചകൾക്ക് നമ്മൾ ഓരോ പേരിട്ടിട്ടുണ്ട് കേട്ടോ. 1-ാമത്തെ ആഴ്ച ഹ്യൂമിലിറ്റി വീക്ക്, 2-ാമത്തെ ആഴ്ച ചാരിറ്റി വീക്ക്, 3-ാമത്തെ ആഴ്ച ചാസ്റ്റിറ്റി വീക്ക്, 4-ാമത്തെ ആഴ്ച സോറി വീക്ക്, 5-ാമത്തെ ആഴ്ച സെൽഫ് കൺട്രോൾ വീക്ക്, 6-ാമത്തെ ആഴ്ച ഷെയറിംഗ് വീക്ക്, അവസാനത്തെ ആഴ്ച മറ്റൊന്നുമല്ല, ഹോളി വീക്ക്. അപ്പോൾ 7 ആഴ്ചകളിൽ 7 പുണ്യങ്ങൾ. നമ്മൾ കാറ്റഗിസത്തിന്, ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങുമ്പോൾ പഠിക്കാറുണ്ട് മൂലപാപങ്ങളും അവയ്ക്കെതിരായ പുണ്യങ്ങളും. ആ 7 പുണ്യങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈശോയുടെ സ്വഭാവമാണത്, ഈശോയുടെ ക്യാരക്ടർ. ആ ക്യാരക്ടർ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 7 ആഴ്ച കൊണ്ട് ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട വിധി പ്രകാരമാണ്. ഓരോ ദിവസവും നമുക്ക് ചെയ്യാനുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മളൊരു ഞായറാഴ്ച, മാർച്ച് 2 ഞായറാഴ്ച തുടങ്ങി 7 കാര്യങ്ങൾ ചെയ്ത് മാർച്ച് 8-ാം തീയതി ശനിയാഴ്ച എത്തുമ്പോൾ ആ ഒരു വീക്ക് പൂർത്തിയായി. അപ്പോൾ ആ ആഴ്ച കൊണ്ട് ഞാൻ എങ്ങനെയാണ് ഹ്യൂമിലിറ്റിയിൽ അല്ലെങ്കിൽ എളിമയിൽ എങ്ങനെ വളർന്നു എന്ന് നമുക്കൊന്ന് നോക്കാൻ പറ്റണം. അങ്ങനെ നമ്മൾ നോക്കി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് എനിക്ക് എളിമ പരിശീലിക്കാൻ പറ്റിയെങ്കിൽ 8-ാം തീയതി ശനിയാഴ്ച ഞാൻ അതിൻ്റെ ഒരു ഡയറി കുറിപ്പ് എഴുതും. ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോ ആഴ്ചയിലും ഓരോ പുണ്യങ്ങൾ അഭ്യസിക്കാനുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസവും പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് ഓരോ ഞായറാഴ്ചയും തുടങ്ങി ശനിയാഴ്ച അവസാനിപ്പിച്ച് ആ ശനിയാഴ്ച എങ്ങനെയാണ് ഞാൻ ആ പുണ്യത്തിൽ വളർന്നത് എന്ന് ഒരു ഡയറി കുറിപ്പ് തയ്യാറാക്കുന്നു. അങ്ങനെ 7 ആഴ്ചയും ഡയറി കുറിപ്പ് തയ്യാറായി കഴിയുമ്പോൾ ആ 7 ഡയറി കുറിപ്പുകളും നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരണം. അതിനുള്ള നമ്പറും QR കോഡും ഒക്കെ ഈ ഷീറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിന് പ്രകാരം നിങ്ങൾ ചെയ്തേച്ചാൽ മതി. അതിൽ നിന്ന് മികച്ചവയ്ക്ക് ഞങ്ങൾ തീർച്ചയായിട്ടും സമ്മാനം തരുന്നതാണ്. ഈശോയുടെ ആ 7 പുണ്യങ്ങളും അഭ്യസിച്ച് നല്ല വിശുദ്ധരായ മക്കളായി വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഓരോ ആഴ്ചയ്ക്കും ഓരോ വിശുദ്ധരെയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഹ്യൂമിലിറ്റി വീക്കിൽ കൊച്ചു ത്രേസ്യ പുണ്യവതിയുണ്ട്, ചാരിറ്റി വീക്കിൽ മദർ തെരേസയുണ്ട്, ചാസ്റ്റിറ്റി വീക്കിൽ മരിയ ഗൊരേത്തിയുണ്ട്, സോറി വീക്കിൽ മാർട്ടിൻ ഡി പോറസ് ഉണ്ട്, സെൽഫ് കൺട്രോൾ വീക്കിൽ ഫ്രാൻസിസ് അസീസി ഉണ്ട്, ഷെയറിംഗ് വീക്കിൽ ഡൊമിനിക് സാവിയോ ഉണ്ട്, ഹോളി വീക്കിൽ വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ യാത്ര നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് നടത്താൻ ശ്രമിക്കാം കേട്ടോ. ക്രിസ് ലെൻറ്റ് സഫാരി യാത്ര നടത്തുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ? എന്തായാലും മാർച്ച് 2-ാം തീയതി മുതൽ ഞാൻ ഈ യാത്ര നടത്താൻ തീരുമാനിച്ചു. കാരണം 7 ആഴ്ച കൊണ്ട് ഈശോയുടെ 7 സ്വഭാവ ഗുണങ്ങൾ അല്ലെങ്കിൽ പുണ്യങ്ങൾ സ്വന്തമാക്കാൻ പറ്റുമല്ലോ. എനിക്ക് ഈശോയെ പോലെ ആകണമെന്നാണ് ആഗ്രഹം. നിങ്ങൾക്കും ഈ ആഗ്രഹമില്ലേ? ഈ 7 ആഴ്ചയും 7 പുണ്യങ്ങൾ അഭ്യസിച്ച് നമുക്ക് ഈശോയെ പോലെ ആകാൻ, ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരാകാനായിട്ട് പരിശ്രമിക്കാം. എന്തായാലും ഇതിന് സഹായിക്കുന്ന മനോഹരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ, വീഡിയോസ് സത്യത്തിൽ ഇപ്പം ഓൺലൈനിൽ അവൈലബിൾ ആണ് കേട്ടോ. താല്പര്യമുള്ളവർക്ക് അത് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവർക്കും എല്ലാ ആശംസകളും. നിങ്ങളുടെ ക്രിസ് ലെൻറ്റ് സഫാരി നല്ല വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈശോയെ പോലെ ആകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.